ഈ CJPയുടെ പ്രൊട്ടസ്റ്റ് ഡൽഹിയിൽ നടക്കുമ്പോൾ കേരളമടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിലും അത് വലിയ രീതിയിൽ വിവിധ പാർട്ടികൾ ഏറ്റെടുക്കുന്നുണ്ട്. കേരളത്തിലാകട്ടെ വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകളൊക്കെ പ്രൊട്ടസ്റ്റുമായി ഇന്നലെ മുതൽ തെരുവിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. പ്രധാനമായിട്ടും ദേശീയപാത ഉപരോധം, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള മാർച്ചുകൾ, ട്രെയിൻ തടയലടക്കമുള്ള സമരങ്ങളാണ് കേരളത്തിൽ അരങ്ങേറുന്നത്. അതിൽ എല്ലാ വിധത്തിൽപ്പെട്ട BJP ഒഴികെയുള്ള ബാക്കി ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും യുവജന വിദ്യാർത്ഥി സംഘടനകളൊക്കെ അത്തരം പ്രൊട്ടസ്റ്റുകളുമായി തെരുവിലുണ്ട്. അതോടൊപ്പം നമ്മൾ ഇന്നലെ കണ്ടിരുന്നു കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ MP-മാർ, അതോടൊപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കോൺഗ്രസ് MP-മാർ അടക്കമുള്ളവർ ഡൽഹിയിലും സമരത്തിലുണ്ടായിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, അതിലൊരു സിവിൽ സൊസൈറ്റിയൊക്കെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ പ്രൊട്ടസ്റ്റിനെ എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് അതിനെക്കുറിച്ചാണ്. അജിംസ്, സമീപകാലത്തെങ്ങും ഇങ്ങനൊരു സിവിൽ സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് തുടങ്ങി വെച്ചൊരു മൂവ്മെൻറ്റിൻ്റെ സമരത്തിനെ ഇത്ര വലുതായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം ഒരു അപ്പർ മിഡിൽ ക്ലാസ് എന്നൊക്കെ കരുതുന്ന സിനിമാ താരങ്ങളടക്കം ഇതിനെ ഏറ്റെടുക്കുന്നു. അതിന് മറ്റ് പല കാരണങ്ങളുണ്ടായിരിക്കും. പക്ഷേ വേറെ അർത്ഥത്തിൽ ഒരു നല്ല കാഴ്ചയല്ലേ അതിന്? ഞാനത് മുമ്പ് പറഞ്ഞ കാരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ആളുകൾക്ക് ആ ഒരു ഭയമുണ്ടല്ലോ. അതായത് മോദിയെ വിമർശിച്ചാൽ, BJP വിമർശിച്ചാൽ, RSSനെ വിമർശിച്ചാൽ, കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചാൽ ഇവരെന്തോ ചെയ്തു കളയും എന്നുള്ള ആ ഭയം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. അതൊരു ശുഭസൂചനയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചുള്ള ശുഭസൂചനയാണ്. അതുകൊണ്ടുകൂടിയാണ് സെലിബ്രിറ്റികൾ അത്, ഉദാഹരണത്തിന് മോഹൻലാലിൻ്റെ മകൾ വിസ്മയ പോലും എന്ന് പറയാൻ കാരണം നോട്ട് നിരോധനത്തിൻ്റെ സമയത്ത് മോഹൻലാൽ മോദിയെ സൂചിപ്പിച്ചുകൊണ്ട് ബ്ലോഗ് എഴുതിയ ആളാണ്. പിന്നീട് അദ്ദേഹത്തിന് അതിൻ്റെ അബദ്ധം മനസ്സിലായ ബ്ലോഗ് തന്നെ നിർത്തി കളഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരം സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് ഒരു പുതിയ ടെൻഡൻസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഇവിടെ മാത്രമല്ല, അഖിലേന്ത്യാ തലത്തിലാണെങ്കിലും ബോളിവുഡിലാണെങ്കിലും ഈ സമരത്തെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ പലരും മൗനത്തിലാണെങ്കിലും, ഭയന്ന് മൗനത്തിലാണെങ്കിലും ഇത് പിന്തുണയ്ക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ ഇതൊരു നല്ല സൂചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഭയമില്ലാതാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മളെന്തോ ചെയ്യും, ഈ ഭരണകൂടത്തെ വിമർശിച്ചാൽ നമ്മളെയൊക്കെ എന്തോ ചെയ്യും, നമ്മുടെ അത് നഷ്ടപ്പെടും, നമുക്ക് നാളെ മുതൽ പത്മശ്രീ കിട്ടില്ല, പത്മഭൂഷൺ കിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ സിനിമകൾ വിജയിക്കില്ല. രായപ്പൻ്റെ അവസ്ഥ ഓർമ്മയുണ്ടോ എന്നൊക്കെയാണ് ചിലപ്പോൾ ഓൺലൈനിൽ ഇതിനുള്ള മറുപടിയൊക്കെ. രായപ്പനൊന്നും പറ്റിയിട്ടില്ല. രായപ്പൻ ഇപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അദ്ദേഹം സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ബോളിവുഡിൽ പോലും അദ്ദേഹം സിനിമ എടുക്കുന്നുണ്ട്. വിസ്മയുടെ വിഷയം. അപ്പോൾ ഈ ഒരു ഭയമില്ലാതാവുന്നത് സെലിബ്രിറ്റികളെ സംബന്ധിച്ചൊരു ഒരു പുതിയ കാഴ്ചയാണ്. മറ്റൊന്ന്, നമ്മൾ ഇന്നലെ സംസാരിച്ചല്ലോ, ഈ ഒരു സമരത്തിൻ്റെ ബേസ് എവിടെയാണെന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള പലതരം സമരങ്ങൾ, കഴിഞ്ഞ 12 വർഷത്തിൽ നടന്ന സമരങ്ങൾ, ഇപ്പോൾ രോഹിത് വെമുല എന്ന് പറയുന്നത് അത് ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉയർന്നൊരു പ്രൊട്ടസ്റ്റാണ്. അതിനെ വിദ്യാർത്ഥി സംഘടനകൾ സപ്പോർട്ട് ചെയ്തു, ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും ഇടതുപക്ഷവും സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അതൊരു വലിയ മൂവ്മെൻറ്റായി മാറിയെങ്കിലും അർബൻ നക്സൽ എന്ന ഒറ്റ വാക്കിലൂടെ ആ സമരത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ഭരണകൂടത്തിന് കഴിഞ്ഞു. അതുപോലെ പൗരത്വ വിരുദ്ധ പ്രക്ഷോഭം അവന്മാരുടെ സമരമാണ്. അത് വളരെ ഈസി ആയിട്ട് അവർക്ക് അത് ക്രാക്ക് ഡൗൺ ചെയ്യാൻ പറ്റി. അന്ന് ഭരണകൂടത്തിന് അത് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വലിയ പ്രത്യാഘാതം ഇന്ത്യൻ സൊസൈറ്റിയിൽ നിന്നുണ്ടായി. അപ്പോൾ അവരെന്ത് ചെയ്തു? ഡൽഹിയിൽ കലാപം നടത്തി ആ സമരം നിന്നുപോയി. സമരം നിർത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. കർഷക സമരമാണ് യഥാർത്ഥത്തിൽ അവർ പ്രതിസന്ധിയിലായ ഒരു കാര്യം. അതിനെ ഖലിസ്ഥാനി സമരം എന്ന് വിളിച്ചു, പലതരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടാക്കി നോക്കി. അപ്പോൾ ഇങ്ങനെ ഈ സമരങ്ങളെ ഈ ഭരണകൂടം നേരിടുന്ന രീതി നമുക്കറിയാം. ആ രീതിയിലാണ് അവർ അതിനെ ചാപ്പയടിക്കുക, തല്ലി ഒതുക്കുക എന്നുള്ളതാണ് അതിൻ്റെ രീതി. ഒട്ടും വഴങ്ങാത്തവരെ UAP ചേർത്ത് അകത്തിടുക, ജയിലിൽ കിടത്തുക, ഇതൊക്കെയായിരുന്നു അതിൻ്റെ രീതി. ഈ പ്രൊട്ടസ്റ്റിൻ്റെ പ്രശ്നത്തിന് 2012 നിർഭയ സമരവും അതുപോലെ അന്നത്തെ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ സമരവുമായി സാമ്യമുണ്ട്. അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു മിഡിൽ ക്ലാസിൻ്റെ ആസ്പിറേഷനാണ് ഈ സമരത്തെ ഡ്രൈവ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. ആ സമരം ചെയ്യുന്ന കുട്ടികളെല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് കൂലിപ്പണിയെടുക്കുന്നവരുടെ മക്കളൊന്നും അല്ല വന്ന് സമരം ചെയ്യുന്നത്. ഈ സമരം ചെയ്യുന്നത് മിഡിൽ ക്ലാസ് കുട്ടികളാണ്. അപ്പോൾ ഈ മിഡിൽ ക്ലാസ് കുട്ടികളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം, അവർക്ക് അവരുടെ മുമ്പിൽ ഐഡിയോളജി ഒന്നുമില്ല. ഒന്ന് മിഡിൽ ക്ലാസ്സാണ്, രണ്ട് ജെൻസിയാണ്. അവരേതെങ്കിലും ഐഡിയോളജിക്കലി ഡ്രിവൺ അല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ സംഘപരിവാറിൻ്റെ ചാലകശക്തികളായ ആളുകൾ എന്ന് പറഞ്ഞാൽ മില്ലേനിയൽസാണ് കൂടുതലും. മില്ലേനിയൽസും അതിന് മുകളിലുള്ള പ്രായമുള്ളവരാണ്. അവരുടെ മക്കളെ സംബന്ധിച്ച് എന്താണ്? അവരെത്രയും പെട്ടെന്ന് ഇന്ത്യ വിട്ടു പോവുക, എന്തെങ്കിലും ജോലി കിട്ടുക, ഇന്ത്യ വിടുക, അമേരിക്കയിലോ UK എവിടെയെങ്കിലും പോയി ജീവിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചുള്ളത്. പിന്നെ ഇവിടെ നിൽക്കേണ്ടി വന്നാൽ എന്ത് ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കുമ്പോൾ അവരുടെ മുമ്പിലുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് നീറ്റ് എഴുതുക, എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുക, ആ ജോലി ചെയ്ത് ജീവിക്കുക. അതല്ലാതെ വേറെ എന്തെങ്കിലും ജോലിക്ക് ഇവിടെ ഒരു സാധ്യതയുമില്ല. ഇപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇന്ത്യയിലെ
വളരെ മികച്ചൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമായിരുന്നു, അതിനെ തകർത്ത് തരിപണമാക്കി. ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത വിധം പൊതുമേഖല അപ്രസക്തമായി മാറി. പ്രൈവറ്റ് സെക്ടറിലാകട്ടെ വളർച്ചയുണ്ടാകുന്നില്ല. ജോലി കിട്ടുക എന്നുള്ളത് ഇന്ന് ഇന്ത്യയിൽ അസാധ്യമാണ്. ഈ ഒരു പ്രശ്നം ഈ ജെൻസി നേരിടുകയാണ്. അവരുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇതിനു മുമ്പ് തൊഴിലില്ലായ്മയില്ലേ, ഇതിനു മുമ്പ് ഇങ്ങനെയായിരുന്നില്ല, അങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല. ഇന്ന് ഇന്ത്യ വേറെ ഇന്ത്യയാണ്. ഇന്ത്യ ഇന്ന് വേറൊരു ഇന്ത്യയാണ്. ആ വേറൊരു ഇന്ത്യയിൽ ആ വേറൊരു ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റിയും ഇല്ല. അതായത് എഡ്യൂക്കേറ്റഡ് യൂത്തിനെ സംബന്ധിച്ച് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്നു. ഇത് ജനങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേർക്ക് നേരെ ഈ തലമുറയെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരിൽ പലരും ചിലപ്പോൾ BJP വോട്ട് ചെയ്യുന്നവരാകാം. അവർ ആർട്ടിക്കിൾ 370 കാര്യത്തിൽ അവർ BJP സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം. അവർ രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിയാൻ വേണ്ടി സംഭാവന കൊടുത്തവരാകാം. അവർ ഇപ്പോൾ ബുൾഡോസർ രാജനെതിരെ അത് പ്രശ്നമല്ലാന്ന് കരുതുന്നവരാകാം. അയോധ്യ രാമക്ഷേത്രത്തിലെ കൊള്ളയിൽ വേദനിക്കുന്നവരാകാം. അങ്ങനെ പലതരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ നിന്നാണ് ഈ എതിർപ്പ് ഉയർന്നു വരുന്നത്. അപ്പോൾ ഇതിനൊന്നും അവർക്ക് ചാപ്പ കുത്താൻ പറ്റുന്നില്ല. ഭരണകൂടത്തിന് ചാപ്പ കുത്താൻ പറ്റുന്നില്ല. BJP RSSൻ്റെ പ്രൊപ്പഗൻഡ ഫാക്ടറിക്ക് ചാപ്പ കുത്താൻ പറ്റുന്നില്ല. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ഇന്ത്യയിലെ 90-കൾക്ക് ശേഷം വളർന്നു വന്ന ഈ മിഡിൽ ക്ലാസ്, അവർ അർബൻ മിഡിൽ ക്ലാസ് തന്നെ ആവണമെന്നില്ല, ഗ്രാമങ്ങളിലാണെങ്കിൽ ഈ മിഡിൽ ക്ലാസിൻ്റെ ആസ്പിറേഷനെയാണിത് തൊട്ടിട്ടുള്ളത്. ഏതുപോലെ നിർഭയ സംഭവത്തിലുണ്ടായതുപോലെ ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷനിൽ. കാരണം ഈ അഴിമതി എന്നുള്ളത് മിഡിൽ ക്ലാസിൻ്റെ ഒരു കൺസേൺ. അതേ പ്രശ്നമാണിത്. അപ്പോൾ ഇതിനെ മറ്റതൊക്കെ ഇവർക്ക് നേരിടാൻ പറ്റും. RSSനും BJPക്കും കേന്ദ്ര സർക്കാരിനും മറ്റ് സമരങ്ങളെയൊക്കെ വളരെ ഈസിയായിട്ട് നേരിടാൻ പറ്റും. കാരണം അവർ അതിൽ ട്രെയിൻഡാണ്. കാരണം ഖലിസ്ഥാനിൽ നിന്ന് വിളിക്കുക, അർബൻ നക്സൽ എന്ന് വിളിക്കുക, പാകിസ്ഥാൻകാരെന്ന് വിളിക്കുക, ഇങ്ങനെ പറഞ്ഞ് ചാപ്പയടിച്ചത് ഒതുക്കി കളയാൻ പറ്റുമായിരുന്നു. ഇതിനങ്ങനെ ചാപ്പയടിക്കാൻ കഴിയില്ല. 1. 2, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പുറത്തു വന്നിട്ടുള്ള വിഷ്വൽസ് അത് വളരെ പ്രധാനമാണ്. ഈ വിഷ്വൽസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ അടി കൊള്ളുന്നത് ഏതെങ്കിലും പാവപ്പെട്ടവൻ്റെ മക്കളല്ല. നമ്മൾ അങ്ങനത്തെ ധാരാളം വിഷ്വൽസ് കണ്ടിട്ടുണ്ട്. ലിഞ്ചിങ്ങിൻ്റെ വിഷ്വൽസ് ഇന്ത്യ കണ്ടിട്ടുണ്ട്, ഇല്ലേ? ഈ അടി കൊള്ളുന്നത് ആരാണ്? ഈ അടി കൊള്ളുന്നത് പണമുള്ള ആളുകളുടെ വീട്ടിലെ കുട്ടികളാണ്. ഈ അടി കൊണ്ട് കരഞ്ഞു വിളിക്കുന്നത് മിഡിൽ ക്ലാസ്സാണ്. ഈ അടി കൊള്ളുന്നത് സംഘപരിവാറിൻ്റെ ആളുകൾക്കാണ്, BJPക്ക് വോട്ട് ചെയ്യുന്ന ആളുടെ മക്കൾക്കാണ്. അപ്പോൾ തങ്ങളുടെ മക്കളെയാണ് തല്ലുന്നത് എന്നുള്ള ബോധം BJPക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് പോലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യാപ്തി ഞാൻ ആദ്യം സംസാരിച്ചതാണ്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പുറത്തു വന്ന വിഷ്വലുകളുടെ വ്യാപ്തി BJPയും RSSും ഭയക്കുന്നതിനപ്പുറത്തേക്കാണ് അതിന് ഇമ്പാക്റ്റ് ഉണ്ടാവുക. ഈ അടി കൊള്ളുന്നത് ഇപ്പോൾ അഗ്നിവീർ സമരത്തിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അഗ്നിവീറുകാരെ ആരും പോലീസുകാർ തല്ലിയില്ല. അഗ്നിവീർ സമരക്കാരോട് അവർക്കറിയാം ഈ സമരം ചെയ്യുന്നത് തങ്ങളുടെ വോട്ട് ബാങ്കാണെന്ന്. BJPക്ക് നന്നായി അറിയാം. അവരോട് പോലീസുകാർ അങ്ങോട്ട് പോയി കോംപ്രമൈസ് സ്റ്റോക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ അതല്ല ഉണ്ടായത്. ഇവിടെ ആ തല്ലിയ ദൃശ്യങ്ങൾ ഉണ്ടാക്കുന്ന മുറിവ് യഥാർത്ഥത്തിൽ BJP വോട്ട് ബാങ്കിലാണ് വിള്ളലുണ്ടാക്കുക. ഈ പ്രശ്നം പരിഹരിക്കുക മോദിയെയും അമിത്ഷായെയും സംബന്ധിച്ച് എളുപ്പമല്ല. അപ്പോൾ ആ ഒരു ഇമോഷനെയാണ് ആര് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഈ സമരത്തെ പിന്തുണയ്ക്കുന്നവർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ടൊവിനോ തോമസ് മുതലാണെങ്കിലും ഒരുപാട് ആളുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു ഇമോഷനെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് കേരളത്തിൽ ഉൾപ്പെടെ ഈ സമരത്തിൽ ലഭിക്കുന്ന പിന്തുണ എന്ന് പറയുന്നത് ആ സമരത്തിന് ലഭിക്കുന്ന പിന്തുണയുടെ കാര്യം ഈ സമരം ചെയ്യുന്നത് ആരാണെന്നുള്ള ചോദ്യത്തിലാണ് അതിൻ്റെ ഉത്തരം. നിഷാദേ, ഈ കേരളം ഒരു സവിശേഷമായ നാടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. ഇത്തരം സമരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സാഹചര്യം ഈ ഒരു സമരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് CJPയുടെ ഉള്ളൊരു അനുഭാവമല്ല, പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ളൊരു ആവശ്യം അവർ ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന വലിയൊരു പറ്റം യുവാക്കളല്ല വിദ്യാർത്ഥികൾ ആ ഒരു ഏജ് ഗ്രൂപ്പിനെ കൂടിയിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരിക്കില്ല അവരിലേക്ക് കൂടിയിട്ട് അവരുടെ ഒരു കാരണമാണല്ലോ, അത് നമ്മൾ ഏറ്റെടുക്കണമല്ലോ എന്ന്. അതുകൊണ്ട് ആയിരിക്കുമല്ലോ ഇത്തരത്തിൽ കേരളത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് വരുന്നത്. അല്ല, ഒന്നാമത്തെ കാര്യം കേരളത്തിൽ ഇന്ത്യയിൽ ആൻറ്റി ഫാസിസ്റ്റ് പ്രൊട്ടസ്റ്റ് എവിടെ നടക്കുമ്പോഴും ആദ്യത്തെ അനുരണനം ദൃശ്യമാകുന്ന സ്ഥലം കേരളമാണ്. അത് കേരളം ഇന്ത്യയിലെ ഒരു ബദൽ രാഷ്ട്രീയ ഭൂമികയാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുപോലെ അത് പ്രധാനമാണ്. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഈ നിലയ്ക്കുള്ള ഏത് സംഗതി നടക്കുമ്പോഴും അതിൻ്റെ പിന്തുണാവാചകം മുദ്രാവാക്യം ഉയർന്നു കേൾക്കുന്ന സംസ്ഥാനം കേരളമായിരിക്കും. പൗരത്വ സമരം നടക്കുമ്പോൾ ആദ്യമായിട്ട് പിന്നീട് പ്രൊട്ടസ്റ്റ് പൊട്ടിപ്പുറപ്പെടുന്നത് ഇവിടെയാണ്. ഏറ്റവും വലിയ പൗരത്വ സമരം നടന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ഈ സംസ്ഥാനം എന്ന കാര്യം നമ്മൾ ഓർക്കണം. അതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കർഷക സമരം നടക്കുമ്പം കേരളത്തിൽ ആകമാനം കർഷക സമരത്തിന് പിന്തുണ ഉണ്ടായിരുന്നു. രോഹിത് വെമുലയുടെ സംഭവം ഉണ്ടാകുമ്പോൾ അതിന് പിന്തുണ ഉണ്ടായിരുന്നു. കശ്മീരിലെ ഒരു ക്ഷേത്രത്തിനകത്ത് 8 വയസ്സുകാരിയായിട്ടുള്ള 8 വയസ്സോ 5 വയസ്സുള്ള ബാലികയെ റേപ്പ് ചെയ്ത് കൊന്ന സംഭവം നമുക്ക് ഓർമ്മയുണ്ട്. ആ സംഭവത്തിൽ കേരളം ഒട്ടാകെ പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ട്.
അപ്പോൾ കേരളം രാജ്യത്തിൻ്റെ പൊതുവായ ജനാധിപത്യ മൂല്യങ്ങളെ മുൻനിർത്തിയിട്ടുള്ള എല്ലാ സമരങ്ങൾക്കും നേതൃസ്ഥാനീയമായിട്ടുള്ള സംസ്ഥാനമോ അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. അതിന് കേരളത്തിൽ വലിയ പിന്തുണയും കിട്ടുന്നു. കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുദ്രാവാക്യം ഉയർത്താനോ നിലപാട് പ്രഖ്യാപിക്കാനോ ഭയമില്ല. എന്തുകൊണ്ടാണ്? കേരളത്തിലെ ജനങ്ങൾ ആ പൊളിറ്റിക്കൽ പൊസിഷനുള്ളവരാണ്. എം.എ. ബേബിക്കോ അല്ലെങ്കിൽ എം.വി. ഗോവിന്ദനോ പിണറായി വിജയനോ ഇപ്പോഴത്തെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് പിന്തുണ അർപ്പിക്കാൻ ഒരു ഭയപ്പാടുമില്ല. കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതൃത്വത്തിന് ഈ സമരത്തിന് ഞങ്ങൾ പിന്തുണ കൊടുക്കുമെന്ന് പറയാൻ ഒരു ഭയപ്പാടുമില്ല. അവർക്ക് അങ്ങനെ ഭയപ്പെടേണ്ട ഒരു വോട്ട് ബാങ്കും കേരളത്തിലില്ല. അയ്യോ, മോദിക്കെതിരായിട്ടുള്ള ഒരു സമരത്തെ പിന്തുണച്ചാൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു സമരത്തെ നമ്മൾ പിന്തുണച്ചാൽ കേരളത്തിൽ നമുക്ക് നഷ്ടപ്പെടുമല്ലോ. ആ ഭയപ്പാടൊന്നുമില്ല. കാരണം കേരളം അത്തരം ജെന്യുവനായിട്ടുള്ള എല്ലാ കോസിൻ്റെയും കൂടെ നിൽക്കുന്ന, ഇന്ത്യക്ക് രാഷ്ട്രീയ വെളിച്ചം നൽകുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അതിൽ നമുക്ക് വളരെ പ്രൗഡ് ഉണ്ടാവേണ്ട കാര്യമാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള കേരളത്തിൻ്റെ സവിശേഷമായ രാഷ്ട്രീയത്തെ കൂടുതൽ പ്രശോഭിതമായി ഉയർത്തി കാണിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ലീഡർഷിപ്പിൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിന് ഏറ്റവും ഒന്നാമത്തെ ഉത്തരവാദിത്വം അവിടെയാണ്. വി.ഡി. സതീശനാണ് അതിൻ്റെ ഉത്തരവാദിത്വം, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി നിലയ്ക്ക്. ഇന്നലെ അദ്ദേഹം അവിടെ പോയി, ഇപ്പോൾ തുടക്കത്തിൽ അജിംസ് പറഞ്ഞല്ലോ, ഇന്നലെ അദ്ദേഹം അവിടെ പോയിട്ട് ആ സമരത്തിൽ പങ്കെടുക്കാൻ നിൽക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രൗഢി ഉണ്ടല്ലോ ഏതൊരു വിഷയത്തിലും കാണിക്കേണ്ടത്, അതിൻ്റെ ഒരു പതാകവാഹകനാണല്ലോ അദ്ദേഹം. അത് അദ്ദേഹത്തിൽ നിന്ന് കണ്ടില്ല. അദ്ദേഹം അപ്രതീക്ഷിതമായ ഏതോ ഒരു സ്ഥലത്ത് പിടിക്കപ്പെട്ട ഒരാളെ പോലെ നിൽക്കുന്നു. അപ്പോൾ അതിന് അദ്ദേഹത്തിന് വല്ല റീസൺ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി ആയതുകൊണ്ട് സമരത്തിൽ പോയി മുദ്രാവാക്യം വിളിക്കുന്നതിൽ പ്രശ്നമുണ്ടെന്ന് ചോദിച്ചാൽ, ഇന്ന് ഇന്ത്യ നേരിടുന്നത് അങ്ങനത്തെ ഏതെങ്കിലും തരത്തിലുള്ള കീഴ്വഴക്കങ്ങൾ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു കാലമൊന്നുമല്ല ഇന്ത്യയിലുള്ളത് അങ്ങേയറ്റം അസാധാരണമായ കാലമാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനെ, ലക്ഷക്കണക്കിന് ആളുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളെ റോഡിലിട്ട് വലിച്ചിഴക്കുകയും അയാളുടെ മുഖം മുറിയും വിധത്തിൽ അയാളെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന, ബി.ജെ.പിയുടെ കാവിക്കൊടി പിടിക്കാത്ത ആരെയും നിഷ്ഠൂരമായി കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞ ഒരു കൊട്ടേഷൻ എടുത്തതിന് സംഘമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അവിടെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് എനിക്ക് മുദ്രാവാക്യം വിളിക്കാൻ പരിമിതിയുണ്ട് എന്ന് വിചാരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. മുഖ്യമന്ത്രിമാരടക്കമുള്ള ആളുകൾ അറസ്റ്റ് ചെയ്ത് അകത്തെടുക്കപ്പെടുന്ന കാലമാണ്. മുഖ്യമന്ത്രിമാർക്ക് ഏതെങ്കിലും പ്രിവിലേജ് ഇവിടെ കിട്ടുന്നുണ്ടോ? ഇടുക്കിയിലെ എം.പി ആയ ഡീൻ കുര്യാക്കോസ് എത്ര ലക്ഷം ആൾക്കാരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ്. അയാളെ റോളിലിട്ട് വലിച്ചുകൊണ്ടാണ് പോയത്. ഇങ്ങോട്ട് കിട്ടാത്ത ഒരു മര്യാദ ഇതിന് അങ്ങോട്ട് കൊടുക്കുന്നത്. കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ അങ്ങേയറ്റം മോശമായി കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു 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 ഫാസിസ്റ്റ് പ്രവണതയുള്ള ഭരണകൂടത്തോട് നമ്മളിതിന് അങ്ങോട്ട് മുദ്രാവാക്യം പിടിക്കാൻ മടിക്കുന്നു. വി.ഡി. സതീശൻ അവിടെ കർണാടക മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടു, പ്രതിപക്ഷ നേതാവ് അറസ്റ്റ് ചെയ്യപ്പെട്ടു, കോൺഗ്രസിൻ്റെ പല ആൾക്കാരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. കെ.സി. വേണുഗോപാൽ അടക്കമുള്ള ആൾക്കാർ അവിടെ സമരരംഗത്ത് നിന്ന് സജീവമായി നിൽക്കുന്നു, ആളുകളെ കോർഡിനേറ്റ് ചെയ്യുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. അദ്ദേഹം ഒരു വീഡിയോ ഉണ്ട്, അതിൽ അദ്ദേഹം മുദ്രാവാക്യം പോലും വിളിക്കുന്നില്ല. മുദ്രാവാക്യം വിളിക്കുന്നൊക്കെ ഇനിയിപ്പോൾ നേരത്തെ അജിംസ് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇത്തരം തെരുവ് സമരങ്ങളിൽ പങ്കെടുത്തുള്ള പരിചയക്കുറവാണോ, മുദ്രാവാക്യം വിളിക്കാനുള്ള ഒരു ചളിപ്പാണോ, എല്ലാ സമരങ്ങളും പോയി മൈക്കിൽ ഉദ്ഘാടനം ചെയ്ത് മാത്രം പോകുന്ന ശീലിച്ചതിൻ്റെ പ്രശ്നമാണോ, എനിക്കെന്തായാലും അറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കേരളം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രൗഢമായ രാഷ്ട്രീയമുണ്ട് സംഘപരിവാറിൻ്റെ ഇത്തരം അധീശ പരിപാടികൾക്കെതിരെ. ആ രാഷ്ട്രീയത്തിൻ്റെ ഒന്നാമത്തെ പതാകവാഹകനായി നിൽക്കേണ്ട ആളാണ് അദ്ദേഹം. അദ്ദേഹം കുറച്ചുകൂടി ഉറക്കെ അത് പറയുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും വലിയ വിമർശനം മോദിയെ പേരെടുത്ത് വിമർശിച്ചിട്ടുണ്ടോ പിണറായി വിജയൻ എന്ന ചോദ്യമായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ വി.ഡി. സതീശൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കി, മോദിയെ പേരെടുത്ത് വിമർശിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം ഈ കോൺഗ്രസിനെതിരെ നടത്തിയിട്ടുള്ള, കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടത്തിയിട്ടുള്ള ലാത്തി ചാർജ് പോലുള്ള സംഗതികൾ നിഷ്ഠൂരമാണ്. ഡൽഹി പോലീസിൻ്റെ ഇടപാടുകൾ നിഷ്ഠൂരമാണ്, കേന്ദ്രത്തിന് ഭയമാണ് എന്നൊരു വാക്ക് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. മോദിയുടെ പേര് വേണ്ടിയിട്ടില്ല. ഇന്ന് രാവിലെ പ്രസ് മീറ്റ് നടത്തുമ്പോഴും മോദിയുടെ പേര് പറയുമോ എന്ന് നാം കൗതുകത്തോടെ ഉറ്റു നോക്കി. അപ്പോഴും മോദിയുടെ പേര് വേണ്ടിയിട്ടില്ല. കർണാടക മുഖ്യമന്ത്രി 5-6 പോസ്റ്റ് ഈ കാര്യത്തിലിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി ആകെ ഒരു പോസ്റ്റ് മാത്രം ഇട്ടിരിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധിയെ വലിച്ചിഴച്ച കേസാണ്, അതിൽ പോസ്റ്റ് ഇടേണ്ടി വരുമല്ലോ. അപ്പോൾ അദ്ദേഹം നമ്മൾ കൂട്ടി വായിക്കണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് ഇങ്ങനെ കാണുകയാണ്, അദ്ദേഹം കേന്ദ്ര സർക്കാരുമായി ഞാനൊരു തുറന്ന യുദ്ധത്തിനില്ല എന്ന് പ്രഖ്യാപിച്ച ആളാണ്. ഒളിച്ചൊന്നും വെച്ചിട്ടില്ല. അദ്ദേഹം തുറന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ പോയി കേന്ദ്രമായിട്ട് യുദ്ധം ചെയ്യാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ധവളപത്രത്തിലോ അദ്ദേഹത്തിൻ്റെ ബജറ്റിലോ അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപനത്തിലോ ഒന്നും നാം കേന്ദ്രത്തിനെതിരായിട്ടുള്ള ഒരു സംഗതിയും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഭരണം തുടങ്ങിയതേ ഉള്ളൂ. ഭരണം തുടങ്ങിയ ഉടനെ സമരവുമായി കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി ഞങ്ങളുടെ മൂക്കിന് മുമ്പിൽ വന്ന് നിൽക്കുന്നു എന്ന് മോദിക്ക് ഒരു ഇമേജ് കൊടുക്കണ്ട എന്ന് കരുതിയിട്ടാണെന്നറിയില്ല. പക്ഷെ നാം പറയുന്ന ഒരു കാര്യം, അദ്ദേഹം മുഖ്യമന്ത്രിയാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തിന് പരിമിതികളുണ്ട് എന്ന് പറഞ്ഞാൽ ആ ന്യായവാദം എടുക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. കാരണം അസാധാരണമായ സാഹചര്യത്തെയാണ് നാം ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി അവസാനത്തെ ഇന്ത്യ സഖ്യ യോഗത്തിൽ പറഞ്ഞ ഓർമ്മയുണ്ട്. നമ്മളിപ്പോൾ നേരിടുന്നത് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് തരുന്ന, ആരോഗ്യകരമായിട്ടുള്ള നമ്മളോട് മുഖാമുഖം നിൽക്കുന്ന ഒരു ഭരണകൂടത്തോടല്ല, ആ ഭരണകൂടത്തോട് അതേ നിലയ്ക്ക് സവിശേഷമായ പ്രതിരോധ മുറകൾ നാം എടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന. ഇപ്പം നോക്കൂ, കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ആലോചിക്കുന്നില്ലല്ലോ 2 മുഖ്യമന്ത്രിമാരെയൊക്കെ സമരത്തിന് വിളിക്കണോ എന്ന് അവർ അമാന്തിച്ചില്ലല്ലോ. അവരും വരണം ഈ സമരത്തിന്, അവർ കൂടി പങ്കെടുക്കേണ്ട സമരമാണ്, അവർ കൂടി വിളിക്കേണ്ട മുദ്രാവാക്യമാണെന്ന് രാഹുൽ ഗാന്ധി ആലോചിച്ചല്ലോ. രാഹുൽ ഗാന്ധി എന്ന് വെച്ചാൽ ചില്ലറക്കാരനായിട്ട് നേതാവല്ലോ. അദ്ദേഹം ഇത് പ്ലാൻ ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശനും അല്ലെങ്കിൽ ഈ ഡി.കെ. ശിവകുമാറും ഒക്കെ സൗത്തിൽ നിന്ന് വന്ന് ഈ സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടാവണമെന്ന് തീരുമാനിച്ചതല്ലേ.
ആ തീരുമാനത്തിനൊപ്പം ഏറ്റവും ആവേശഭരിതമായി നിൽക്കുക എന്നുള്ള ദൃശ്യം കണ്ടില്ല. അതിലുള്ള നിരാശ ഞാൻ ഒരു മലയാളി എന്ന നിലയ്ക്ക് രേഖപ്പെടുത്തുകയാണ്. കേരളത്തിൻ്റെ പിന്തുണ ഒരുപക്ഷെ ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ ഏറ്റവും ആവേശഭരിതമായി പ്രതീക്ഷിക്കുന്ന ഒന്നായിരിക്കും. കാരണം അത്രയും പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിൻ്റെ ആ പൊളിറ്റിക്സിൻ്റെ ഭാരം ഏറ്റെടുക്കണം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ കേട്ട ഏറ്റവും വലിയ വിമർശനങ്ങളിലൊന്നും എന്തായിരുന്നു? നിങ്ങൾ കേരളം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ അതിൻ്റെ ആക്യുറസി കീപ്പ് ചെയ്യുന്നതിൽ, അതിൻ്റെ ആവേശം കീപ്പ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് പരാജയപ്പെട്ടു പോയി എന്നുള്ള വിമർശനം കേട്ട് അതിൻ്റെ പേരിൽ പേ ചെയ്യപ്പെട്ട ആളാണ് അദ്ദേഹം. സോ അതുകൊണ്ട് ഇത് ഒരു വലിയ ചിത്രമായിരിക്കും. അത് വി ഡി സതീശൻ ഇപ്പോൾ എങ്ങനെ വിശദീകരിച്ചാലും ആ സമരത്തിൽ അദ്ദേഹം രാഹുൽ ഗാന്ധി ഉയർത്തിയ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഉയർത്തിയ മുദ്രാവാക്യങ്ങളുടെ തീച്ചൂട് അദ്ദേഹത്തിൻ്റെ മുഖത്തില്ലായിരുന്നു എന്നുള്ള ആ ദൃശ്യം അവിടെ കിടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കേരളത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒന്നും കാണാനില്ല. ഇനി നാളെ CJPയുടെ സമരം അവസാനത്തെ ദിവസം പോകുന്നതുവരെയും കേരളത്തിൻ്റെ പിന്തുണ ഏതെല്ലാം നിലയ്ക്ക് അതിനുണ്ടാവും. കേരളത്തിലെ എല്ലാ സംഘടനകളും അതിന് പിന്തുണയുമായി രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ പൊതുവികാരവും അതാണ്. കേരളത്തിലെ മാധ്യമങ്ങളടക്കം അതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. രാജ്യത്താകമാനമുള്ള ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് വാഴ്ത്തിപ്പാടുന്ന ഹിന്ദി ചാനലുകളെ തെരുവിലിട്ട് കൂവാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ ചെയ്യുന്നത്. അവരെ റിപ്പോർട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. കാരണം എന്താണ് അതിൻ്റെ വിശ്വാസ്യത? നമുക്ക് ഈ സമരം ഏറ്റവും കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്ന ജനങ്ങളിലേക്ക് എത്തുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ്. ഇൻസ്റ്റഗ്രാമാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പ്രതികരണമായിട്ട് വന്നത്. ഈ TV-യിൽ മാത്രമാണെങ്കിൽ ആളുകൾ TV-യെ നിരാകരിക്കുകയും, അതായത് ദേശീയ ചാനലുകളെന്ന് അവകാശപ്പെടുന്ന ഹിന്ദി ചാനലുകളെ നിരാകരിക്കുകയും ആളുകൾ ഇൻസ്റ്റഗ്രാമിനെ ഓപ്ഷനാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പോൾ എന്താ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇൻസ്റ്റഗ്രാം പേജ് ടേക്ക് ഡൗൺ ചെയ്തിരിക്കുകയാണ് സർക്കാർ. എന്ന് മാത്രമല്ല ഡൽഹി മെട്രോയുടെ പ്രധാനപ്പെട്ട പല സ്റ്റേഷനും ഇപ്പോൾ ക്ലോസ് ചെയ്തു. അതുവഴിയാണ് ഈ വിദ്യാർത്ഥികൾ വരിക. അതെല്ലാം അടച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമരത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്നുള്ള പണി സർക്കാർ ആവേശത്തോടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിൻവാങ്ങാനല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ദേശീയ ചാനലുകളെന്ന് അവകാശപ്പെടുന്ന ഹിന്ദി സർക്കാർ വാഴ്ത്ത് സംഘങ്ങൾ നാണം കെട്ട് മുഖം താഴ്ത്തി നിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. അപ്പോഴും നമ്മുടെ കേരളം, നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ, നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ, നമ്മുടെ കേരളത്തിലെ സംഘടനകൾ, പൗരബോധം എല്ലാം ഒരു ആൻറ്റി ഫാസിസ്റ്റ് മൂഡിൽ തലയുയർത്തി ഇപ്പോഴും നിൽക്കുന്നു എന്നത് കേരളത്തെ സംബന്ധിച്ച് അഭിമാനകരമാണ്. എന്തായാലും കേരളം ഈ CJPയുടെ പ്രൊട്ടസ്റ്റിനൊപ്പം ഇതേ കണക്ക് അണിനിരക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ അതിനോടൊരു തണുപ്പം സമീപനം കാണിക്കുന്നു എന്ന് ആളുകൾ ചോദിച്ചാൽ, ഇന്നലത്തെ ദൃശ്യങ്ങൾ കണ്ടവർ ചോദിച്ചാൽ അതിൽ തെറ്റു പറയാൻ കഴിയില്ല.